ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഒരു മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ ഹൈ റേഞ്ചിലുള്ള ഈ മാർക്കറ്റ് ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്, കുറച്ച് ഫ്രഷ് ആയിട്ട് വല്ലതും മേടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. പക്ഷേ എനിക്ക് ബുധനാഴ്ച ആണോ അല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്ന് ബുധനാഴ്ചയാണ്, ബുധനാഴ്ച ദിവസമാണ് അവിടെ ചന്ത ഉള്ളതുകൊണ്ട് എനിക്കൊരു സംശയം. എവിടെയോ ഒരു സ്ഥലത്തുണ്ട്, പക്ഷേ ഇവിടെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ ഒരു വ്യത്യസ്ത രീതിയിൽ എനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ സംഭവങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 ആയി. അപ്പോൾ എന്തായാലും ഒരു 5:30 ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തണം. മൊത്തം ഹൈ റേഞ്ചാണ്, കയറ്റാണല്ലോ. അപ്പോൾ വണ്ടി കയറി അവിടെ എത്തണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴി ഞാൻ പിടിച്ചതാണ്. റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് കുറച്ച് ഓഫ് റോഡാണ്. കാരണം എന്താ വെച്ചാൽ മെയിൻ റോഡിൽ പോകുമ്പോൾ അവിടെ റോഡിൻ്റെ പണികളൊക്കെ ആയിട്ട് റോഡൊക്കെ പൊളിച്ചിട്ട് വെക്കാം. സോ ഭയങ്കര പൊടിമണ്ണാക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയെങ്കിൽ കുറച്ച് ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കി കിട്ടും. അതാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ടയർ പഞ്ചറാവേണ്ടിരുന്നാൽ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം. കാരണം ആൾക്കാർ എന്താ പറയുക, വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വഴിയും കൂടെ അല്ലായിരുന്നു ഞാനിപ്പോൾ വന്ന വഴി അങ്ങോട്ട് ആ ഭാഗത്ത് നിന്ന്. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുള്ളൂ. കൃഷിയും കാര്യങ്ങളോ ഒന്നും സംഭവങ്ങളും ചെയ്യുന്നില്ല. പക്ഷേ പിള്ളേർ കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താ യഥാർത്ഥത്തിൽ സംഭവം എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. അവിടെ ഒരു 2 ടെൻറ്റ് നമുക്ക് ദൂരത്തിൽ കാണാം. 2 ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ റോട്ടിക്കറി ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. റൈറ്റ് സൈഡിലായിട്ട് റീസെൻ്റ്ലി ഒരു ടവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എയർടെലിൻ്റെ ആണോ എന്ന്. അപ്പം നെറ്റ്വർക്ക് കുറച്ചും കൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നി ഈ ഒരു ടവർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മുമ്പ് കുറച്ച് സ്ലോ ആയിരുന്നു എയർടെലിൽ, പക്ഷേ കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും സ്ലോ ആയി പോകുന്നുണ്ട്. നല്ല സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും എന്താ പറയുക, പെട്ടെന്ന് അത് സ്ലോ ആയി പോവാണ്. ഇപ്പോഴൊക്കെ എനിക്ക് പട്ടിനെ കാണാൻ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഒരു മനസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് നിമിഷം നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സംഭവം അതായിരിക്കില്ല. അതിൻ്റെ അറ്റാക്ക് ടെൻഡൻസി അതിന് കൂടിയെങ്കിൽ നമ്മുടെ രൂപമൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പം നമുക്കിവിടെ നിന്ന് തന്നെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലനിരകൾ കാണാം. അപ്പം ഏകദേശം മെയിൻ റോഡിൽ എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോകണം. ഏകദേശം ഞാൻ മുകളിലോട്ട് കയറി വന്നു. അപ്പോൾ കയറി വരുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ താഴെയായിട്ട് നമുക്ക് എന്തോ ഒരു പൈപ്പ് ലൈൻ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഗ്യാസിൻ്റെ ആണോ അത് പെട്രോളിയത്തിൻ്റെ ആണോ എന്താണെന്ന് ശരിക്കും പിടികിട്ടിട്ടില്ല. അപ്പോൾ പെട്രോളിയത്തിൻ്റെയൊക്കെ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ അത് പോകുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല. നമുക്ക് എവിടെ നിന്നാലും ഏത് ഭാഗത്ത് നിന്നാലും ഈ ഒരു സംഭവം നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ചന്ത നടക്കുന്ന ആ ഭാഗത്തെത്തി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇന്നലായിരുന്നു ചന്ത, തിങ്കളാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ മൊത്തം empty ആയി കിടപ്പുണ്ട്. അത് ഞാൻ വന്നപ്പോൾ വിചാരിച്ച് എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്തായിരിക്കുന്നു. പക്ഷേ സംഭവം അതല്ല, ഇന്നല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മക്കുറവിടെ ഒരു ഇത് കാരണം ഇന്നത്തെ ഒരു ദിവസം വേസ്റ്റായി എന്നല്ല, ജസ്റ്റ് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹൈ റേഞ്ചിലാണല്ലോ, മുകളിലോട്ട് കയറി വരുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മൾ താഴെ ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാനുള്ള ഇതുമുണ്ട്. ഇവിടെ ചന്തയായിരിക്കും എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ബുധനാഴ്ച ആയിരുന്നല്ലേ, എനിക്ക് തെറ്റിപ്പോയി. കുറേ വർഷമായി. അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ ഇവിടെ നമ്മുടെ ഭാഗത്തുള്ളവരാരും ഇങ്ങോട്ട് ചന്തയ്ക്ക് വേണ്ടി വരത്തില്ല. അതായത് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആഴ്ച ചന്തയില്ലേ അത്. പക്ഷേ നമ്മുടെ ഭാഗത്ത് അവിടെ തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇവിടെ ബുധനാഴ്ച ആയിരുന്നു. എവിടെ ഒരു സ്ഥലത്ത് ബുധനാഴ്ച ആയിരുന്നല്ലോ. പക്ഷെ എന്തോ പറ്റി, ഇവിടെ മൊത്തം empty ആയി കിടക്കുവാണ്. അപ്പോൾ താഴെ അവിടെ ചെറിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് വല്ലതും നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കടൽ മത്സ്യമുണ്ട്, മറ്റേ പുഴമീനും ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ക്ലീൻ ചെയ്തതുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഹൈ റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഇപ്പറയാണുള്ളത്. അതായത് ഇവിടെ എല്ലാ സംഭവത്തിനും വില കുറവാണ്. കമ്പയറേറ്റ്ലി ഇപ്പം ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് വില കുറവാണ്. അവിടെയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, നല്ലൊരു പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. ചെറിയൊരു തുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. അതെല്ലാം നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും. അതെന്താ സംഭവം എനിക്ക് പിടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് വല്ല എന്താ പറയുക, അത്രയ്ക്കും ദൂരം ഇല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള ടൗണിൽ പോലും എന്താ പറയുക, അത്രയ്ക്കും വില കുറവാണ് എല്ലാ സാധനത്തിനും. നമ്മുടെ ഭാഗത്ത് എല്ലാത്തിനും ഒടുക്കത്തെ വില. അപ്പോൾ ഇതിലെന്തോ ഒരു കളിയുള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. മുമ്പൊക്കെ ഇത്ര വിലയില്ലായിരുന്നു. റീസെൻ്റ്ലി ഒരു 2-3 മാസമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കാര്യമല്ലായിരിക്കും, പക്ഷേ പാവപ്പെട്ടവർക്ക് അന്നന്ന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വിഷയം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഫിഗർ മാത്രമേ അവിടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ എമൗണ്ടിൽ. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് സാധനം വാങ്ങാൻ നേരത്തോ അത്രയ്ക്ക് അവിടെ വേരിയേഷൻ വരത്തില്ല. അപ്പോൾ അത്യാവശ്യം മലനിരകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇവിടെ കാണുന്ന ഈ നെൽപ്പാടങ്ങളൊന്നും ഇപ്പം കൃഷി ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പാടമൊക്കെ പൂട്ടിയിട്ട് ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൊടിയേര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കോഫി കുടിക്കാണ്ട് പോകുന്ന
ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഉള്ളി ബജി സംഭവങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ചെറുതായിട്ട് ഒരു കോഫിയും കുടിച്ച് ഇവിടെ നിന്ന് നേരെ വിടാം. അപ്പോൾ ഇവിടെ ആയിട്ട് കാണുന്ന ഒരു സ്കൂളാണ്. ഈ മലനിരകളിലെ നടുക്ക് എന്താ പറയുക, അത്യാവശ്യം ഫെൻസിങ് കാര്യങ്ങളൊക്കെ അങ്ങ് അറ്റത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. മൊത്തം കാടാണ്. അപ്പോൾ ബാക്കിലൊക്കെ ആനകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ മാർക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൈ റേഞ്ചിലോട്ട് പോയതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞാൻ കുറേ വർഷങ്ങളായിരുന്നു അവിടെ പോയിട്ട്, പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. കാരണം കാര്യമായിട്ട് കണ്ടൻറ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കാര്യം എന്താണെന്ന് പിടികിട്ടുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് ഒന്നും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഓക്കെ, നോക്കാം.